ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 4642 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4748 പേർ രോഗമുക്തി നേടി. ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ളവരും ഗുരുതരമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായതുമായ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം മുഖേന ജോലി ചെയ്യാൻ അനുമതി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. മൂന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. വിഖ്യാത കൊറിയൻ ചലച്ചിത്ര സംവിധായകൻ കിം കി ഡൂക്ക് അന്തരിച്ചു. ISLൽ ഇന്ന് ATK മോഹൻ ബഗാൻ ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 4642 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4748 പേർ രോഗമുക്തി നേടി. 29 മരണങ്ങളും ഇന്ന് കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 53,508 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 8.68% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോഴിക്കോട് 626 മലപ്പുറത്ത് 619 രോഗബാധിതരാണ് ഇന്നുള്ളത്. കൊല്ലം, എറണാകുളം ജില്ലകളിൽ 400 മുകളിലും ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ 300 മുകളിലും രോഗബാധിതർ ഉണ്ട്. ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഇല്ല. 59,380 പേരാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 5,96,000 പേർ രോഗമുക്തി നേടി. 2,562 പേരാണ് ഇതുവരെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്. കോവിഡ്-19 സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ളവരും ഗുരുതരമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായതുമായ സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം മുഖേന ജോലി ചെയ്യാൻ ദുരന്ത നിവാരണ വകുപ്പ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. മാനസികവും ശാരീരികവുമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെയും സെറിബ്രൽ പാൾസി, ഓട്ടിസം തുടങ്ങിയ രോഗം ബാധിച്ച കുട്ടികളുടെയും രക്ഷിതാക്കൾക്ക് ഇപ്രകാരം ജോലി ചെയ്യാം. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ളവർക്കും അല്ലെങ്കിൽ വിധേയമാകാൻ പോകുന്നവർക്കും വർക്ക് ഫ്രം ഹോം അനുവദിക്കും. ഡയാലിസിസിന് വിധേയമാകുന്നവർക്കും വർക്ക് ഫ്രം ഹോം അവലംബിക്കാം. തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാൻ ജില്ലാ ഭരണകൂടം നടപടി തുടങ്ങി. കോവിഡ് വ്യാപനം കുറഞ്ഞെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം രോഗികളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് നടപടി. ഇനിയുള്ള ദിനങ്ങളിലും കൂടുതൽ ജാഗ്രതയോടെ പ്രതിരോധ നടപടികൾ തുടരണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ നവ്ജ്യോത് ഖോസ പറഞ്ഞു. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ തിങ്കളാഴ്ചയാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ്. ഈ മാസം 16-നാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണലിനുള്ള മുന്നൊരുക്കങ്ങൾ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു. തിങ്കളാഴ്ച അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന കോഴിക്കോട് ജില്ലയിൽ മുന്നണികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി. ദേശീയ നേതാക്കൾ മുതൽ പ്രാദേശിക നേതാക്കൾ വരെ പ്രചരണ പരിപാടികൾക്കെത്തി. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ബഹുജന റാലികൾ ഉണ്ടായില്ലെങ്കിലും ചെറിയ പൊതുയോഗങ്ങളും കുടുംബയോഗങ്ങളും വരെ മുതിർന്ന നേതാക്കളെത്തി. ശക്തമായ മത്സരം നടക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ മുന്നണികൾക്കായി MP-മാരും MLA-മാരും സംസ്ഥാന നേതാക്കന്മാരും റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രചാരണ രംഗത്തുണ്ട്. പ്രചരണ ജാഥകളും സജീവമാണ്. ജില്ലയിൽ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ്. ബൂത്തുകൾ സജ്ജമാക്കുന്ന ജോലിയും EVM മെഷീനുകളിൽ ബാലറ്റുകൾ ഘടിപ്പിക്കുന്ന ജോലിയും നടന്നുവരികയാണ്. ജില്ലയിൽ ഇത്തവണ 6000-ഓളം സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിലാണ്. മുനിസിപ്പാലിറ്റികളിൽ വടകരയിലും ഗ്രാമപഞ്ചായത്തുകളിൽ കുന്നമംഗലത്തും ബ്ലോക്കുകളിൽ കൊടുവള്ളിയിലുമാണ് കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. 3 മുന്നണികൾക്കൊപ്പം ചെറിയ കക്ഷികളുടെ സ്വാധീനവും ഇത്തവണ ജില്ലയിലെ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ പോളിംഗ് ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷ ഒരുക്കാൻ തീരുമാനം. മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ച വന അതിർത്തിയോട് ചേർന്ന ബൂത്തുകളിലാണ് നിരീക്ഷണവും സുരക്ഷയും ഒരുക്കുന്നത്. തണ്ടർബോൾട്ട് സേനാംഗങ്ങളെ ബൂത്തുകൾക്ക് സമീപം വിന്യസിക്കും. അവസാനഘട്ട പോളിംഗ് നടക്കുന്ന മലപ്പുറം ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരണങ്ങൾ ജില്ലാ കളക്ടർ K ഗോപാലകൃഷ്ണൻ വിലയിരുത്തി. ജില്ലയിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വോട്ടിംഗ് മെഷീനുകൾ ക്രമീകരിക്കുന്ന ജോലികൾ ഇന്നലെ ആരംഭിച്ചു. ഡിസംബർ 8-ന് ആലപ്പുഴ മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിലെ കാട്ടൂർ കിഴക്ക് വാർഡിലെ സർവോദയപുരം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിലുള്ള 2-ാം നമ്പർ പോളിംഗ് സ്റ്റേഷനിൽ നടന്ന തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ V ഭാസ്കരൻ അറിയിച്ചു. വോട്ടെടുപ്പിൽ ഈ പോളിംഗ് സ്റ്റേഷനിലെ വോട്ടിംഗ് യന്ത്രത്തിന്റെ സാങ്കേതിക തകരാറ് മൂലം അതിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ലെന്ന് വരണാധികാരി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടി. ഡിസംബർ 14-ന് ഈ പോളിംഗ് ബൂത്തിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തുമെന്ന് കമ്മീഷൻ അറിയിച്ചു.
തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥനടക്കം 3 പേർക്ക് കോവിഡ് പോസിറ്റീവായ സാഹചര്യത്തിൽ കൊല്ലം അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അടച്ചു. കൂടുതൽ പേർക്ക് പരിശോധന നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലനത്തിൽ മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ വരണാധികാരികളും ഉപവരണാധികാരികളും പങ്കെടുത്തു. മന്ത്രി AC മൊയ്തീൻ വോട്ട് ചെയ്തതിൽ ചട്ടലംഘനം നടന്നിട്ടില്ലെന്ന് തൃശൂർ ജില്ലാ കളക്ടർ. പ്രിസൈഡിംഗ് ഓഫീസറുടെ വാച്ചിൽ 7 മണിയായിരുന്നു എന്നത് കണക്കിലെടുത്ത് രാവിലെ 7 മണിക്കാണ് വോട്ടിംഗ് നടന്നതെന്ന റിപ്പോർട്ട് കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. മന്ത്രി 6:55 വോട്ട് ചെയ്തത് ചട്ടം ലംഘിച്ചാണെന്ന് അനിൽ അക്കരെ MLA പരാതിപ്പെട്ടിരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ 18 വയസ്സ് തികഞ്ഞ പരമാവധി പേരെ ഉൾപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്ര പദ്ധതി തയ്യാറാക്കി. വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടിക പരിശോധിച്ച് പരാതികൾ സമർപ്പിക്കാൻ ഈ മാസം 31 വരെ സമയം നീട്ടി നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് റിമാൻഡിലുള്ള മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കേസിൽ ഉദ്യോഗസ്ഥരെ പഴിചാരിയ ഇബ്രാഹിം കുഞ്ഞിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷയെ സംസ്ഥാന സർക്കാർ ശക്തിയായി എതിർത്തു. നിയമസഭയിലെ വിവിധ പുനർനിർമ്മാണ പദ്ധതികൾക്ക് കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗവർണർക്ക് കത്തയച്ചു. 100 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നല്ലൊരു ഭാഗത്തിന്റെയും കരാർ ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നൽകിയത്. കരാർ നൽകിയതിൽ സ്പീക്കർ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ നിയമസഭാ സ്പീക്കറുടെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. സ്പീക്കർക്കെതിരെ അനാവശ്യ ആരോപണം ഉന്നയിക്കേണ്ട കാര്യം BJPക്കില്ലെന്നും ശ്രീ K. സുരേന്ദ്രൻ കൊയിലാണ്ടിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. 2 ആഴ്ചത്തെ പൂർണ്ണ വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം എൻഫോഴ്സ്മെന്റിന് മുന്നിൽ ഹാജരാകുന്നതിന് CM രവീന്ദ്രൻ കഴിഞ്ഞ ദിവസം സാവകാശം ആവശ്യപ്പെട്ടിരുന്നു. ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയയ്ക്ക് അനുമതി നൽകിയ കേന്ദ്ര തീരുമാനത്തിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാർ ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്ക് നടത്തി. രാജ്ഭവന് മുന്നിലും വിവിധ കേന്ദ്രങ്ങളിലും IMA ഇന്ന് പ്രതിഷേധ ധർണകൾ സംഘടിപ്പിച്ചു. സ്വകാര്യ മേഖലയിലേതടക്കം വിവിധ ആശുപത്രികളിലെ OPകളുടെ പ്രവർത്തനം താളം തെറ്റി. അത്യാഹിത വിഭാഗത്തെയും കോവിഡ് ചികിത്സയെയും സമരത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഡൽഹിയിലെ കർഷക സമരത്തിന് ഐക്യദാർഢ്യവുമായി സംയുക്ത കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നാളെ മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കും. സത്യാഗ്രഹം നാളെ രാവിലെ അഖിലേന്ത്യാ കിസാൻ സഭ വൈസ് പ്രസിഡന്റ് S. രാമചന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്യും. വിഖ്യാത കൊറിയൻ ചലച്ചിത്ര സംവിധായകൻ കിം കി ഡുക് അന്തരിച്ചു. 59 വയസ്സായിരുന്നു. കോവിഡ് ബാധയെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ലാത്വിയയിലെ ആശുപത്രിയിലാണ് അന്ത്യം. വെനീസ് ചലച്ചിത്രമേളയിലടക്കം നിരവധി രാജ്യാന്തര പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ കിം കി ഡുക്കിന് മലയാളികളായ ഒട്ടനവധി ആരാധകരാണ് ഉള്ളത്. 2013 സംസ്ഥാന ചലച്ചിത്രമേളയിലെ മുഖ്യാതിഥിയായി അദ്ദേഹം കേരളത്തിൽ എത്തിയിരുന്നു. സമരിറ്റൻ ഗേൾ, 3 അയൺ, പിയേത്ത തുടങ്ങിയവ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ്. കിം കി ഡുക്കിന്റെ നിര്യാണത്തിൽ മന്ത്രി AK ബാലൻ അനുശോചനം രേഖപ്പെടുത്തി. മലയാളിയായ സിനിമാ സംവിധായകനെ പോലെ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നതായി മന്ത്രി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴയും മൂടൽമഞ്ഞും കാന്തല്ലൂരിലെ കാർഷിക രംഗത്തെ പ്രതികൂലമായി ബാധിച്ചു. ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇടുക്കിയിലെ ശീതകാല പച്ചക്കറി ഉൽപാദന കേന്ദ്രമായ കാന്തല്ലൂർ മേഖലയിൽ അനുഭവപ്പെടുന്ന ശക്തമായ മൂടൽമഞ്ഞ് കാർഷിക രംഗത്തെ പ്രതികൂലാവസ്ഥയിലാക്കി. തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശം കൂടിയായ ഇവിടെ 4 ദിവസങ്ങളായി അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. പതിവിലും വിപരീതമായി മൂടൽമഞ്ഞും ശക്തമാണ്. സാധാരണയായി ഈ സീസണിൽ പുത്തൂർ, പെരുമല, കാന്തല്ലൂർ, കീഴാന്തൂർ, ആടിവയൽ തുടങ്ങിയ ഗ്രാമങ്ങളിലായി ഹെക്ടർ കണക്കിന് പ്രദേശത്താണ് കൃഷി ഇറക്കാറുള്ളത്. ബീൻസ്, പട്ടാണി, കാരറ്റ്, കാബേജ് തുടങ്ങിയ വിളകളാണ് കൂടുതലായും കൃഷി ചെയ്യുന്നത്. പ്രദേശത്ത് അനുഭവപ്പെടുന്ന അതിശക്തമായ മൂടൽമഞ്ഞും മഴയും ജോലികൾ ചെയ്യുന്നതിനും തടസ്സമാവുകയാണ്.
ISL ഫുട്ബോളിൽ ഇന്ന് ATK മോഹൻ ബഗാൻ ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ 3ലും ജയിച്ച് പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്താണ് ATK മോഹൻ ബഗാൻ. അതേസമയം 3 കളികളിൽ നിന്നും 1 ജയവും 2 സമനിലയും നേടിയ ഹൈദരാബാദ് പോയിന്റ് പട്ടികയിൽ 7ാം സ്ഥാനത്താണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 139 പോയിന്റ് ഉയർന്ന് 46,099ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 36 പോയിന്റ് നേട്ടത്തിൽ 13,513ലുമാണ് വ്യാപാരം ക്ലോസ് ചെയ്തത്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 36,720 രൂപയും ഗ്രാമിന് 4,590 രൂപയുമാണ് ഇന്നത്തെ വില. ലഭിക്കുന്ന വിവരത്തിന്റെ കൃത്യത ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ വീട്ടിലും പരിസരത്തും പോലീസ് പരിശോധനകളും അന്വേഷണങ്ങളും നടത്താൻ പാടുള്ളൂവെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. രഹസ്യ വിവരങ്ങൾ വൈരാഗ്യം തീർക്കാനുള്ള ഉപാധിയായി പലരും ഉപയോഗിക്കാറുണ്ടെന്നും കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു. ഭാവിയിൽ ഇത്തരം പരാതികൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകണമെന്ന് കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പൊതു തെളിവെടുപ്പ് ഈ മാസം 22 നടക്കും. കമ്മീഷൻ മുൻപാകെ KSEB പ്രസരണ വിഭാഗം സമർപ്പിച്ച പരാതിയിലാണ് തെളിവെടുപ്പ്. രണ്ടാമത്തെ പൊതു തെളിവെടുപ്പ് 22 രാവിലെ 10 എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം PWD റെസ്റ്റ് ഹൌസിൽ നടക്കും. കേരള ലളിതകലാ അക്കാദമി സംഘടിപ്പിക്കുന്ന സാരാംശം ഗ്രൂപ്പ് ചിത്ര പ്രദർശനം ഈ മാസം 14 അക്കാദമി ആസ്ഥാന മന്ദിരത്തിലെ ആർട്ട് ഗാലറിയിൽ ആരംഭിക്കും. ക്രിയേറ്റീവ് ഡയറക്ടറും എഴുത്തുകാരനും അധ്യാപകനുമായ ശ്രീ ഫേവർ ഫ്രാൻസിസ് പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ വിജയമുണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ ജനപിന്തുണ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിയും സ്വജനപക്ഷപാതവുമില്ലാത്ത സമഗ്ര വികസനമാണ് NDA മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രികയെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. കണ്ണൂർ കൈതപ്രത്ത് നടന്ന കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് NDA സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇന്ന് 4,642 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4,748 പേർ രോഗമുക്തി നേടി. ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ളവരും ഗുരുതരമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായതുമായ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം മുഖേന ജോലി ചെയ്യാൻ അനുമതി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. 3ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. വിഖ്യാത കൊറിയൻ ചലച്ചിത്ര സംവിധായകൻ കിം കി ഡൂക്ക് അന്തരിച്ചു. ISLൽ ഇന്ന് ATK മോഹൻ ബഗാൻ ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.